ഹലോ എവ്രി വൺ, ദിസ് ഈസ് സുജിത് ഭക്തൻ ഫ്രം ടെക് ട്രാവലി. ഞാൻ ഇന്ന് പോകുന്നത് തേക്കടിയിലേക്കാണ്. ഞാനിപ്പോൾ ഇന്നലെ മൂന്നാറിൽ നേച്ചർ സോൺ റിസോർട്ടിലായിരുന്നു. നേച്ചർ സോൺ റിസോർട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാനിപ്പോൾ ഉള്ളത് ആ ദേവികുളം കഴിഞ്ഞിട്ടുള്ള ആ ഗ്യാപ്പ് റോഡ് ഏരിയയിലാണ്. നിങ്ങൾക്ക് അവിടെ ഭയങ്കര ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടില്ല. അവിടെ വണ്ടികൾ നല്ല ഗ്യാപ്പ് റോഡല്ലേ, അപ്പോൾ അവിടെ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് ഇങ്ങനെ മഞ്ഞ് മൂടി നിൽക്കുകയാണ്. കണ്ടില്ലേ, ഫുള്ള് ആ മലയൊന്നും കാണാൻ പറ്റുന്നില്ല, അതേപോലെ മഞ്ഞ് നിൽക്കുകയാണ് അവിടെ എല്ലാം. മൂന്നാറിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മൂന്നാർ തേക്കടി റൂട്ടിൽ പൂപ്പാറ വരെയെങ്കിലും യാത്ര ചെയ്യാൻ ശ്രമിക്കണം. വളരെ നയന മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെയും ഈ കുന്നിൻ്റെയും താഴ്വാരത്തിൻ്റെയൊക്കെ നല്ല കിട്ടില്ലൻ വ്യൂ ആണ് നിങ്ങൾക്ക് ഈ റൂട്ടിൽ ലഭിക്കുന്നത്. അതേപോലെ തന്നെ മൂന്നാറിൽ നിന്ന് തേക്കടിക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു 4 മണിക്കൂർ എടുക്കും 100 കിലോമീറ്റർ കവർ ചെയ്യാൻ. പക്ഷേ ആ 4 മണിക്കൂർ യാത്രയുണ്ടല്ലോ, ഇറ്റ്സ് വെരി ഓസം. മൂന്നാർ തേക്കടി റോഡ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വളരെ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു റോഡാണെന്ന്. അപ്പോൾ നിങ്ങൾ പൂപ്പാറ വരെ തീർച്ചയായും പോകണം. അപ്പോൾ ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ചിന്നക്കനാൽ പെരിയ കനാൽ ഏരിയ കഴിഞ്ഞു. അപ്പോൾ താഴെ വരുമ്പോൾ ആനയിറങ്ങൽ ഡാമുണ്ട്. ആനയിറങ്ങൽ ഡാമിൽ വെള്ളമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കയറിയില്ല. അപ്പോൾ പൂപ്പാറ എത്തുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് തേയിലത്തോട്ടം മാറിയിട്ട് ഇപ്പോൾ ഏലത്തോട്ടമാണ് എൻ്റെ ഇടതുവശത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, എല്ലാം വേലി കെട്ടി ഇങ്ങനെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഏലമാണ്, ഏല കൃഷിയാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. ശരിക്കും ഗ്യാപ്പ് റോഡ് തന്നെയാണ്. മൂന്നാറിൽ നിന്ന് തേക്കടി വരെയുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും വളരെ വീതി കുറഞ്ഞ റോഡാണ്. പക്ഷേ വണ്ടിത്തിരക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് നോക്കിയും കണ്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് യാത്ര ചെയ്യാവുന്ന, എൻജോയ് ചെയ്ത് പോകുന്നൊരു വഴി തന്നെയാണ്. ഇപ്പോൾ പൂപ്പാറ ടൗൺ കഴിഞ്ഞു. പൂപ്പാറ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആക്ച്വലി മൂന്നാറിനടുത്ത് ബിവറേജ് ഉള്ളൊരു സ്ഥലം പൂപ്പാറയും കൂടിയാണ് കേട്ടോ. ഓക്കെ, ഇൻഫർമേഷൻ. പൂപ്പാറയിലുള്ള കാഴ്ചകളുടെ ഒരു പ്രത്യേകതയാണ്. ഇത് കണ്ടില്ലേ, ഈ തേയിലത്തോട്ടത്തിന് നടുക്ക് ഇങ്ങനെ ഈ മരങ്ങൾ നിൽക്കുന്നത് വലിയ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് പൂപ്പാറ. അപ്പോൾ പൂപ്പാറ നമ്മൾ റോഡിൽ ഇറങ്ങി വരുമ്പോഴേ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. പൂപ്പാറ കഴിഞ്ഞ് പിന്നെ റോഡിൻ്റെ തേക്കടി ഭാഗത്തേക്ക് പോകുന്ന റോഡിന് അത്യാവശ്യം വീതിയുണ്ട്, ഗ്യാപ്പ് റോഡില്ല. എന്തായാലും നമ്മളിപ്പം പൂപ്പാറ കഴിഞ്ഞിട്ട് നമ്മളിപ്പം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മൂന്നാറിൽ നിന്നും പൂപ്പാറ വരെയുള്ള എൻ്റെ ഈ ഡ്രൈവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ മൂന്നാർ വരികയാണെങ്കിൽ തീർച്ചയായും പൂപ്പാറ വരെ ഒരു ഡ്രൈവിന് പോവുക. അത് ശരിക്കും വർത്തായിരിക്കും. മൂന്നാറിൻ്റെ മറ്റൊരു മുഖമാണ് ശരിക്കും ഈ റൂട്ടിൽ കാണുന്നത്. മറ്റൊരു യാത്രാ വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അതുവരെ ദിസ് ഈസ് സുജിത് ഭക്തൻ സൈനിങ് ഓഫ്.